ഇന്റർനാഷണൽ പ്രയർ ഫെലോഷിപ്പ് 2016 അത് പ്രാർത്ഥിച്ചു തുടങ്ങി. അത് കോവിഡ് കാലമായപ്പോൾ സൂം പ്ലാറ്റ്ഫോമിൽ വന്നു. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളൊക്കെ ഈ ലൈനിൽ കടന്നു വരും. ഏത് പട്ടണത്തിൽ ചെന്നാലും ഒരു വീട്ടിൽ അമ്മ അമ്മയെ ഇതല്ലേ ഇന്നാറ് വീട്, അല്ലെ അങ്കിലെ വയസ്സങ്ങൾ അല്ലേ ഇത് ഇന്നാലല്ലേ ചോദിക്കത്തക്ക പോലെ ലോകത്തിന്റെ വിവിധ പട്ടണങ്ങളിൽ ദൈവത്താൽ വിളിക്കപ്പെട്ട ഒരു ആത്മബന്ധം സ്ഥാപിക്കാനായിട്ട് ഈ ദിവസങ്ങളിൽ കഴിയുന്നു. നിങ്ങളെല്ലാവരും ഈ പ്രയർ ലൈനിൽ കഴിയുമെങ്കിൽ വരണം. ഒരുപാട് കുഞ്ഞുങ്ങൾ തകർന്ന കുടുംബങ്ങൾ എനിക്കറിയാം. ഇതിനകത്ത് നിന്ന് ഈ ലൈനിൽ വന്ന് സ്നാനപ്പെട്ട കുടുംബങ്ങളുണ്ട്. അതിലൊരു കുടുംബം തീരുമാനിച്ചാൽ നാളെ വരും. അനവധി മിറക്കിളുകൾ ഇതിനകത്തുകൂടി സംഭവിക്കുന്നുണ്ട്. ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഈ തകർന്ന കുടുംബങ്ങൾ, തകർന്ന കുടുംബ ബന്ധങ്ങൾ. അത് ഒരു പേര് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ അയൽവക്കത്തുള്ള ആളുകൾ, ഒരു പ്രകടനയിലുള്ള ആളുകൾ അറിയത്തില്ല, ഇന്നയാളാണ്, ആളിനെ പരിചയപ്പെടുത്തത്തില്ല. പക്ഷെ ആളിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ അനവധി യൗവനക്കാർ കൂട്ടുകാർ നമ്മളോടൊപ്പം ഈ പ്രാർത്ഥനയിലുണ്ട്. നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മുടെ ആലയത്തിലും ഒക്കെ പോകുന്ന 2ാം തലമുറ 3ാം തലമുറക്കാരൻ എന്ത് എന്ന് ചോദിച്ചാൽ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞാൽ ഉപവാസ പ്രാർത്ഥനയിൽ കാണുകയില്ല. ചർച്ചകളിൽ കുറയുന്നു. എന്നാൽ ഇവിടെ തിരിച്ചു പിടിക്കുവാൻ തക്കവണ്ണം ആത്മപ്രാന്തന്മാരായി ദൈവസന്നിധി മുഴങ്ങാൻ മടക്കി അടുത്ത പദം നിഷ്കളങ്കമായി നിലവിളിച്ചാൽ ആത്മാക്കളെ പദം അത് മറന്നു പോകരുത്. അത് ദൈവവേല ചെയ്യുന്നവരായാൽ വിശ്വാസിയായാൽ നിഷ്കളങ്കമായ കപടതയില്ലാത്ത അനുഭവത്തോടുകൂടി ദൈവത്തെ മുട്ടുമടക്കിയാൽ നമുക്ക് തിരിച്ചു പിടിക്കുവാൻ കഴിയും. ഞാൻ ഇന്നത്തെ മീറ്റിങ്ങിന് അധ്യക്ഷൻ ആയിരിക്കുന്ന എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ ലാലു തോമസ് അവர்கள் ചുരുങ്ങിയ മിനിറ്റുകളെ അദ്ദേഹവുമായിട്ട് കഴിഞ്ഞ പ്രാവശ്യമായി കണ്ടുകൊണ്ട് ചിരി കൊണ്ട് കീഴ്പ്പെടുത്തുകയും അതോടൊപ്പം മുഖത്ത് ഗൗരവവും കാണിക്കുന്ന ഒരു ദൈവദാസൻ എന്ന് പറഞ്ഞാൽ കാര്യത്തിന് ഗൗരവം അല്ലെങ്കിൽ ചിരി കൊണ്ട് മനുഷ്യനെ കീഴ്പ്പെടുത്താവുന്ന നല്ല വ്യക്തിത്വം എന്നോട് പറഞ്ഞ വാക്കനുസരിച്ച് ഇന്നത്തെ അവരുടെ ചർച്ചയിൽ ഉപവാസ പ്രാർത്ഥനയും നിർത്തിവെച്ച് നമ്മളോടൊപ്പം സഹകരിക്കുകയും ഈ മീറ്റിംഗിന് അധ്യക്ഷം വഹിക്കുന്ന അങ്ങനെയുള്ള നന്ദിയും സ്നേഹവും ഇത്തരുണത്തിൽ അറിയിക്കുന്നു. ഞാൻ ഈ പദം പറഞ്ഞത് യാഥാർത്ഥ്യത്തിന്റെ വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. പിന്നീട് ഞാൻ എന്ത് ഓർപ്പിച്ചാലും എൻ്റെ പാസ്റ്റർ അങ്കിൾ ഈ ഇങ്ങനെ ഒരുപാട് തുറന്നു തരുവാനും അവരുടെ എല്ലാ സപ്പോർട്ടും എന്തെങ്കിലും ഒരു കുറവ് കണ്ടു കഴിഞ്ഞാൽ കൂടെ തട്ടിയിട്ട് സാരമില്ല എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുവന്ന ദേവദാസൻ സഹപ്രവർത്തകർ പ്രിയപ്പെട്ട വാക്കുകൾ എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. ഇന്ന് ദൈവവചനം ശുശ്രൂഷിക്കുന്ന പാസ്റ്റർ ഷിജു വർഗീസ് എൻ്റെ വീട്ടിൽ വന്ന് ആ ദേവദാസൻ ദൈവവചനം ശുശ്രൂഷിച്ചതാണ്. എനിക്ക് ചില നാളുകൾ കൊണ്ട് സൂപ്ലാറ്റിലൊക്കെ മെസ്സേജ് കൊടുത്തു. ഞാൻ ഉള്ളു തുറന്ന് പറയാം, വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ജനത്തെ ദൈവരാജ്യത്തിന് വേണ്ടി ചലിപ്പിക്കുന്ന ഒരു ആത്മീയ നിയോഗമുള്ള ഒരു ദൈവദാസനാണ്. ഞാൻ ആ വാക്കുകൾ കൊണ്ട് നിർത്തുമ്പോൾ തന്നെ അടുത്ത പദം കൂടി ഇവിടെ മുൻപിൽ ഒരു പാഠപുസ്തകം കൊണ്ട് നിങ്ങൾ അത് മേടിക്കണം. അതുപോലെ വേദപുസ്തകം നിങ്ങൾക്ക് ആവശ്യപ്പെടുത്തേലും അവിടെ വെക്കാനല്ല, പഴയത് പോയി പുതിയതിനു വേണ്ടി തരാനല്ല, ആർക്കെങ്കിലും കൊടുക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ വേദപുസ്തകം എത്തിക്കാം. പരസ്യയോഗങ്ങൾക്ക് പോകുന്നവർ അവർക്ക് വേണ്ട അങ്ങനെയുള്ള സപ്പോർട്ടുകൾ ചെയ്യാൻ ഞാൻ വാക്കുകൾക്ക് വിരാമം കൊണ്ട് തുടർന്നുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ കമ്പിവാക്കി പെട്ടെന്ന് പറയുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ആ ഷിജു വർഗീസിനെ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് എന്തായാലും ഉപവാസ പ്രാർത്ഥനയാണല്ലോ, അല്പ ടൈം അദ്ദേഹം എടുത്ത ശുശ്രൂഷയിൽ പങ്കുചേരണം. വചനത്തോടൊപ്പം യാത്ര ചെയ്യണം. ആ വചനം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിടുതലുകൾ സംഭവിക്കുക ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾ അതിനുവേണ്ടി പ്രിയ ദേവദാസനെ സമയം കൈമാറിക്കൊണ്ട് ഇന്റർനാഷണൽ പ്രയർ ഫെലോഷിപ്പിന്റെ ഇവിടെയുള്ള മീറ്റിംഗിലേക്ക് ഞങ്ങൾ ഈ 2ാം ദിവസത്തിൽ സ്വാഗതം ചെയ്യുന്നു.